മരിക്കണോ അതിനും തയ്യാറാ, മരിക്കാനും ഞങ്ങൾ തയ്യാറാ. ഈ 50 ദിവസം കൊണ്ട് രാവും പകലും ഞങ്ങൾ മഴയും വെയിലും വെള്ളവും എല്ലാം കൊണ്ട് നേരെ ഒരു നേരം ആഹാരത്തിന് പോലും വഴിയില്ലാതെ ഞങ്ങൾ ഇടന്നുമുട്ടും. എന്തിനാ ഈ സർക്കാർ വാശി പിടിക്കുന്നത്? ആരോടാ വാശി പിടിക്കുന്നത്? വോട്ട് കൊടുത്ത ഞങ്ങളോടാ വാശി പിടിക്കുന്നത്. വോട്ട് കൊടുത്ത് ഞങ്ങൾ ആത്മാർത്ഥ സ്നേഹിച്ച കുടുംബത്തിലുള്ള ഞങ്ങളോടാ കാണിക്കുന്നത്. എന്തോന്ന് നേടാൻ സർക്കാരിന് എന്തോന്ന് നേടാൻ ഞങ്ങളോട് വാശി കാണിക്കുന്നത്? വേറെ 232 രൂപ വാങ്ങുന്ന ഞങ്ങളോട് എന്തിനാ സാറുമാരാ? നിങ്ങളെല്ലാരും കാണുന്നില്ലേ? ഇവിടെ കണ്ട് അനുഭവിക്കുന്നത് കാണുന്നില്ലേ? ഇന്നെങ്കിലും അവർക്ക് മതിയാക്കി ഞങ്ങളോട് തോന്നു ഒരു വാക്ക് പറഞ്ഞൂടെ? ഇനി ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി ആരെല്ലാം ഈ രാജ്യം മൊത്തവും ഞങ്ങളെ കൂട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർക്ക് മാത്രം ഇത്ര അഹങ്കാരം? ഇവർക്ക് ഇത്ര അഹങ്കാരം എന്തോന്നാ സാറേ? ഞങ്ങൾ എന്ത് കുറ്റം ചെയ്ത്? ഞങ്ങൾ 32 രൂപ കൂട്ടി ചോദിച്ചതുകൊണ്ടോ? ഞങ്ങൾ 232 രൂപയെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിത്തരാൻ പറഞ്ഞതുകൊണ്ടാണോ ഞങ്ങളുടെ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് കഴുത്തിലെടുക്കാൻ വയ്യാത്ത ഭാര ജോലിയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്? അതിന് കൂലി ചോദിച്ചതുകൊണ്ടോ ഇത്രയും മാത്രം ഗതികെട്ട് വയ്പ്പിക്കാൻ പറ്റത്? ഇനി ഇതിൽ നിൽക്കില്ല. ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കില്ല. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ആർക്കും നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റൂല. ആ രീതി ഞങ്ങൾ ചെയ്യും. ഇത് ഉറപ്പാണ്. ഇതെന്റെ തലയിലടിച്ച് പറയണം. ഇത് സത്യം. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ചെയ്യും. ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ചെയ്യും. സത്യമായിട്ടും ചെയ്യും. ഒന്നും അറിഞ്ഞില്ല. ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇനി എന്ത് വേണം? എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയാനുള്ള ഞങ്ങളെ എല്ലാ സമരം എത്രയും പെട്ടെന്ന് ഞങ്ങളെ വീട്ടിൽ വിടണം. ഞങ്ങൾ ഇതിനൊരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീടുകളിൽ വിടണം. അതാണ് എനിക്ക് പറയാനുള്ള. മുഖ്യമന്ത്രി അല്പമെങ്കിലും മനസ്സരിവ് കാണിക്കണം. 3 പേരും, ആരോഗ്യമന്ത്രി, ധനമന്ത്രി, മുഖ്യമന്ത്രി. ഞങ്ങളെ ഇനി ആക്ഷേപിക്കുന്നത് പോട്ടെ, ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നമില്ല. പറഞ്ഞോട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് അവരാരെ കൊണ്ടോ പറയട്ടെ. പക്ഷെ ഇനി ഞങ്ങളോടുള്ള വാശി ഇനി മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇനി ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇനി താങ്ങാനോ നിയന്ത്രിക്കാനോ പറ്റില്ല. ഇനി എന്താണെന്ന് പോലും മന്ത്രിക്ക് പോലും വിചാരിക്കാൻ പറ്റില്ല. ആ ഗതിയിൽ ഞങ്ങൾ പോവും. ഈ ദൈവത്തെ ഉദിച്ചു നിൽക്കണം. ദൈവത്തെ സത്യം ചെയ്ത് പറയണം. ഇനി ഞങ്ങളെ പരീക്ഷിക്കരുത്. ഞങ്ങൾ താങ്ങാൻ വയ്യ. ഞങ്ങൾ ഭൂമിയോളം താന്നു. ഞങ്ങളെ നെഞ്ചറ്റവും ഞങ്ങൾ സഹിച്ച് ഞങ്ങൾ വയ്യ സാറ്. പറയാൻ വാക്കളില്ല. നിങ്ങളെല്ലാരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇതിനപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളെ മാലാകന്മാരെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളെ തലവരെ വഴിച്ചിറക്കിപ്പിക്കാൻ ഇടവച്ച് സർക്കാരാണ്. മാലാകന്മാരെന്ന് പറഞ്ഞ് ഡൽഹിയിൽ ചെന്ന് 1ാം സ്ഥാനം വാങ്ങിക്കൊണ്ട് വന്നാണ് ആരോഗ്യ വകുപ്പിന്റെ ഞങ്ങളെ തലവരെ മുണ്ടനം ചെയ്യിപ്പിച്ചു. ഇനി മുണ്ടനല്ല ചെയ്യുന്നത്, ഞങ്ങളുടെ ജീവനായിരിക്കും കൊടുക്കുന്നത്. അതിൽ മാറ്റമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഭരണത്തിനെ പോകുന്നത്. ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടത് ഇതിനാണ് സാറേ. എന്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാം കമ്മ്യൂണിസ്റ്റാ. എന്റെ അച്ഛന്റെ പേരിന് സ്മാരകം വരവുണ്ട്. എന്റെ അച്ഛന്റെ പേരിന്. ഞാനൊരു കമ്മ്യൂണിസ്റ്റാന്റെ മകളാ. ഞങ്ങൾ എന്ത് കുറ്റം ചെയ്ത്? ഞങ്ങളെ മന്ത്രിക്ക് ഞങ്ങൾ എന്ത് കുറ്റം ചെയ്ത്? ഇത്രയും ഞങ്ങൾ ചെയ്തിട്ട് ഇതിനു വേണ്ടിയാ ഞാൻ പാർട്ടിക്ക് വേണ്ടി നിന്നത്. ഇത് അഴിച്ചിറക്കാനാണോ നിന്നത്? ഇനി ആരോടും ഇത് കാണിക്കരുത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇത് ഒരു സ്ത്രീകളോടും ഇത് കാണിക്കരുത്.